മകം നാളിൽ പിടിക്കപ്പറമ്പിലേക്ക് ചാത്തക്കുടം ശാസ്താവ് ഉദ്ദേശം 8:30 ശേഷം പുറപ്പെടുന്നു. അവിടെ 9 മണിയോടുകൂടി പിടിക്കപ്പറമ്പ് വരമ്പിൽ ചാത്തക്കുടം ശാസ്താവ് നിലപാട് നിൽക്കുമ്പോൾ ചേർപ്പ് ഭഗവതി തലേ ദിവസം തന്നെ പറയെടുപ്പിനും മറ്റും വന്ന് മനകളിലും ക്ഷേത്രത്തിലുമായി ഇറക്കി എഴുന്നള്ളിച്ച് ഇരുന്നതിന് ശേഷം ശാസ്താവ് വന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഉപചാരം കൊടുത്ത് യാത്രയാകുന്നു. ചാത്തക്കുടം ശാസ്താവ് ചേർപ്പ് ഭഗവതിക്ക് ഉപചാരം കൊടുക്കുവാൻ വേണ്ടി പാടത്തേക്ക് ഇറങ്ങി പോയി 3 ഉപചാരം നടത്തി ചേർപ്പിനെ പറഞ്ഞയക്കുന്നു. ചേർപ്പ് ഭഗവതിയെ പറഞ്ഞയക്കുന്നു. ഇതിലുള്ള ഒരു പ്രത്യേകത, ചേർപ്പ് ഭഗവതിക്ക് ചാത്തക്കുടം ശാസ്താവ് ഉപചാരം കൊടുക്കുമ്പോൾ മറു ഉപചാരം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്തോ സംഭവത്തിൻ്റെ ദുരൂഹമായ ആകാം ഇതിന് കാരണം. അതിനുശേഷം ശാസ്താവ് മടങ്ങി വന്ന് നിലപാട് വരമ്പിൽ നിൽക്കുകയും പിന്നീട് ഊരകത്തമ്മ തിരുവടി അവിടെ വന്ന് ശാസ്താവിനോട് ഉപചാരം പറയുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ശാസ്താവും പാടത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഊരകത്തമ്മ തിരുവടിക്ക് 3 ഉപചാരം കൊടുത്ത് പറഞ്ഞയക്കുകയും ശാസ്താവ് വീണ്ടും തോട്ടുവരമ്പിൽ വന്നു നിൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ആണ് പിടിക്കപ്പറമ്പിൽ ആനയോട്ടം എന്ന സംഭവം അരങ്ങേറുന്നത്. ആനയോട്ടത്തിൽ പണ്ടുകാലത്ത് ധാരാളം ദേവീദേവന്മാർ പങ്കെടുത്തിരുന്നു എന്നാണ് കേൾവി. എന്നാൽ ഇപ്പോൾ അത് ഒമ്പതോ 10 എല്ലാം ആയി ചുരുങ്ങിക്കൊണ്ട് വരികയുണ്ടായി. 70-ലെ പൂരങ്ങൾ മുടങ്ങിയ കാലഘട്ടത്തിൽ വളരെയധികം കുറഞ്ഞു എങ്കിലും ഇപ്പോൾ കൂടുതൽ ദേവീദേവന്മാർ ഓട്ടത്തിൽ പങ്കെടുക്കുന്നു. പിടിക്കപ്പറമ്പ് പാടത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കെട്ടിയുണ്ടാക്കിയ പന്തലിൽ ദേവീദേവന്മാർ അണിനിരക്കുകയും അവിടെ മാരാന്മാരും മറ്റ് അതാത് ക്ഷേത്രത്തിൽ നിന്ന് വന്ന കഴകക്കാരും മറ്റെല്ലാവരും കൂടി ഒരു ചെറിയ പാണ്ടിമേളം കൊട്ടുകയും അത് അവസാനിച്ചതിന് ശേഷം ഏതോ കാലത്തെ വലിയ പൂരത്തിൻ്റെ പ്രതിരൂപമായി ചുരുങ്ങിയതാകാം. അതിനുശേഷം മേളം അവസാനിക്കുന്നതോടുകൂടി ആനയോട്ടം ആരംഭിക്കുകയും ആന പാടത്തിൻ്റെ കിഴക്കുവശം വരെ ഓടി ആനകളെ നിയന്ത്രിച്ച് പിടിക്കപ്പറമ്പിൽ ശിവനെ പ്രദക്ഷിണം കഴിച്ച് ഇവിടെ ചാത്തക്കുടം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് എല്ലാ ദേവീദേവന്മാരും 3 ഉപചാരം കൊടുത്ത് പിരിഞ്ഞ് പോകുന്നു. അവസാനമായി ഇതിനെല്ലാത്തിനും സാക്ഷിയായി പാടത്തിൻ്റെ തെക്കുഭാഗത്ത് നിന്നിരുന്ന ആറാട്ടുപുഴ ശാസ്താവ്
ത്തോടുകൂടി ക്ഷേത്രത്തിൽ പോയി, പിടിക്കപ്പറമ്പ് ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം കഴിഞ്ഞ് ചാത്തക്കുടത്തിൻ്റെ തിരുമുൻപിൽ വന്ന് 3 ഉപചാരം നടത്തുകയും അതിനുശേഷം പോകുകയും ചെയ്യുന്നു. ആ സമയത്ത് ചാത്തക്കുടം തേവർ അവരുടെ വരമ്പിൽ തന്നെയായിരിക്കും നിൽക്കുക, പാടത്തേക്ക് ഇറങ്ങുക ഉണ്ടാവില്ല. അതിനുശേഷം ശാസ്താവും ആറാട്ടുപുഴയ്ക്കും മറ്റോരോ ദേവീദേവന്മാരും അവരുടേതായിട്ടുള്ള പ്രദേശങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ ചാത്തക്കുടം ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. തുടർന്ന് വൈകുന്നേരത്തോടുകൂടി ചാത്തക്കുടം ശാസ്താവ് ചില പറകൾക്കും മറ്റുമായി എഴുന്നള്ളിച്ച് പോകുന്ന പതിവുണ്ട്. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ആറാട്ടുപുഴയിൽ തറയ്ക്കൽ പൂരമാണ്. തറയ്ക്കൽ പൂരം ആറാട്ടുപുഴയിൽ ഗംഭീരമായി നടക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവും അതുപോലെ തന്നെ ഊരകത്തമ്മ തിരുവടിയും തൊട്ടിപ്പാൾ ഭഗവതിയും കൂടിയുള്ള പൂരവും അത് സംഗമിച്ച് പട്ടിണി ശംഖ് ഊതലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആറാട്ടുപുഴ ശാസ്താവ് ഊരകത്തിന് ഉപചാരം കൊടുത്ത് പറഞ്ഞയക്കുന്നു. ഊരകം കടലാശ്ശേരിയിൽ കടലായി മനയ്ക്കൽ ആറാട്ടിന് പോകുന്നു. തുടർന്ന് തൊട്ടിപ്പാൾ ഭഗവതി ആറാട്ടുപുഴയിലെ ഉപചാരം കഴിഞ്ഞ് ആറാട്ടുകടവിൽ സ്നാനം ആറാട്ട് കഴിഞ്ഞ് കടലായിലേക്ക് പോവുകയും അന്ന് രാത്രി അവിടെ കടലായി ഭഗവതി ആറാട്ടുപുഴ ശാസ്താവ് ഊരകത്തമ്മ തിരുവടി തൊട്ടിപ്പാൾ ഭഗവതി തുടങ്ങിയ ദേവന്മാർ ക്ഷേത്രത്തിൽ പിഷാരിക്കൽ ക്ഷേത്രത്തിൽ അന്ന് രാത്രി അവിടെ കൂടുകയും നേരം പുലരുന്നതോടുകൂടി 3 മണിക്ക് ശേഷം പ്രഭാതത്തിൽ 3 മണിയോടുകൂടി തൊട്ടിപ്പാൾ ഭഗവതിയെ തൊട്ടിപ്പാളിലേക്ക് ഉപചാരം കൊടുത്ത് പറഞ്ഞയക്കുകയും ഊരകത്തമ്മ തിരുവടിയെ ഉപചാരം കൊടുത്ത് ഊരകത്തേക്ക് പറഞ്ഞയക്കുകയും കഴിഞ്ഞതിന് ശേഷം പിഷാരിക്കൽ ഭഗവതി വീണ്ടും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. ഉദ്ദേശം 8 മണിയോടുകൂടി കാലത്ത് 8-9 മണിയോടുകൂടി ചാത്തക്കുളം ശാസ്താവ് പിഷാരിക്കൽ ക്ഷേത്രത്തിലേക്ക് വീണ്ടും എത്തുകയും അവിടെ നിന്ന് 9-10 മണിയോടുകൂടി പിഷാരിക്കൽ ഭഗവതിക്ക് ഉപചാരം കൊടുത്ത് പിഷാരിക്കൽ ഭഗവതി അവിടെ വന്നു ചേർന്ന എല്ലാ ദേവീദേവന്മാർക്കും ഉപചാരം കൊടുക്കുകയും അതോടുകൂടി വന്നു ചേർന്ന ചാത്തക്കുടത്തിനും ചിറ്റിച്ചാത്തക്കുടത്തിനും അടക്കം എല്ലാവർക്കും ഉപചാരം കൊടുത്ത് തൊട്ടിപ്പാളിലേക്ക് പറഞ്ഞയച്ച് താനും പിഷാരിക്കൽ ഭഗവതിയും കൂടി തൊട്ടിപ്പാളിലേക്ക് പോവുകയും അവിടെ നടക്കുന്ന പകൽ പൂരത്തിൽ സാക്ഷികളായി ആതിഥേയരായി അവിടെ എഴുന്നള്ളി നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു. തൊട്ടിപ്പാൾ പൂരം കഴിഞ്ഞതിന് ശേഷം ചാത്തക്കുടം ശാസ്താവിന് വളരെ പ്രാമുഖ്യമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. പൂരം കഴിഞ്ഞ് തൊട്ടിപ്പാൾ ഭഗവതിയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടൊപ്പം തന്നെ ചാത്തക്കുടം ശാസ്താവിനെയും അകത്തേക്ക്
ശ്രീലകത്തിലേക്ക് എഴുന്നള്ളിക്കുകയും അവിടെ ഒരു പീഠത്തിൽ 2 പേരെയും തൊട്ടിപ്പാൾ ഭഗവതിയും ചാത്തക്കുട ശാസ്താവിനെയും ഇരുത്തി പൂജകൾ കഴിക്കുകയും ആ പൂജ അനന്തരം തൊട്ടിപ്പാൾ ഭഗവതി ചാത്തക്കുടം ശാസ്താവിൻ്റെ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പൂജാരി ചാത്തക്കുടം ശാസ്താവിൻ്റെ പൂജാരിയുടെ കയ്യിൽ നൂല് ജപിച്ച് കെട്ടുകയും അങ്ങനെ പ്രത്യേകമായ കാപ്പ് കെട്ടുക എന്നോ മറ്റോ പറഞ്ഞു വരുന്ന ഒരു പ്രത്യേക ചടങ്ങ് ക്ഷേത്രത്തിൻ്റെ ശ്രീലകത്തിനുള്ളിൽ നടക്കുന്നു. അതിനുശേഷം തൊട്ടിപ്പാൾ ഭഗവതി അവിടെ വന്ന മാട്ടിൽ തുടങ്ങിയ മറ്റെല്ലാ ക്ഷേത്രത്തിൽ വന്നു ചേർന്ന ദേവീദേവന്മാർക്ക് ഉപചാരം കൊടുത്ത് തൊട്ടിപ്പാൾ ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ആറാട്ടുപുഴ ശാസ്താവ് ആറാട്ടുപുഴയിലേക്ക് വരികയും അവിടെ ചാത്തക്കുടം ശാസ്താവ് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ഇറക്കി എഴുന്നള്ളിക്കുകയും വീണ്ടും അപ്പോൾ തന്നെ കയറ്റി എഴുന്നള്ളിച്ച് ആറാട്ടുപുഴ പൂരം നടത്തുന്നതിനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. ആറാട്ടുപുഴ പൂരം ദിവസമായ അന്നത്തെ ദിവസം അതിനുശേഷം ചാത്തക്കുടം ശാസ്താവ് വീണ്ടും സ്വന്തം ചാത്തക്കുടത്തേക്ക് മടങ്ങുകയും അവിടെ ഇറക്കി എഴുന്നള്ളിച്ച് പൂജാദികളെല്ലാം കഴിഞ്ഞ് ഉദ്ദേശം 8 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ആറാട്ടുപുഴ ശാസ്താംകടവിലേക്ക് എഴുന്നള്ളി വരികയും അവിടെ ഒരു ചെറിയ മേളത്തോടുകൂടി ചാത്തക്കുടത്തെ വരവ് ഏൽക്കുക എന്ന മട്ടിൽ ഒരു ചടങ്ങ് നിർവഹിക്കുകയും ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം കഴിയുന്നതോടുകൂടി ആറാട്ടുപുഴ പാടത്തേക്ക് തെക്ക് ഭാഗത്ത് വന്ന് പൂരം നടത്തുവാനുള്ള ഒരുക്കത്തിൽ ഇടപെടുകയും ചെയ്യുന്നു. ആ സമയത്ത് തൊട്ടിപ്പാൾ ഭഗവതിയും അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം കഴിഞ്ഞതിന് ശേഷം ചാത്തക്കുടത്തിൻ്റെ പൂരം ആരംഭിക്കുകയായി. 7 ആനകളോടും കൂടിയ പൂരമാണ് അത്. തൊട്ടിപ്പാൾ ഭഗവതി നിൽക്കുന്നതായിട്ടുള്ള ആ പൂരം അതിഗംഭീരമായ പഞ്ചാരിയോടുകൂടി നടത്തുന്നു. അങ്ങനെ നടത്തുന്നതിന് ഇടയ്ക്ക് ആറാട്ടുപുഴ ശാസ്താവ് ശ്രീരാമസ്വാമിയെ അന്വേഷിച്ച് പോവുകയാണെന്നുള്ള ചടങ്ങ് 7 ഖണ്ഡം കടന്ന് മടങ്ങി വന്ന് നിലപാട് തറയ്ക്കൽ നിൽക്കുന്ന സമയത്ത് ഈ ചാത്തക്കുടത്തിൻ്റെ പൂരം ഗംഭീരമായി നടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ എടക്കുന്നി ഭഗവതി ആറാട്ടുപുഴ ശാസ്താവിൽ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഭഗവതിയുടെ പൂരം ആരംഭിക്കുന്നു. 11:30 എടക്കുന്നി ഭഗവതിയുടെ പൂരം ആരംഭിച്ച് സ്വല്പം കഴിഞ്ഞാൽ ചാത്തക്കുടം ആറാട്ടുപുഴ ശാസ്താവിൻ്റെ നിലപാട് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചാത്തക്കുടം ശാസ്താവും എടക്കുന്നി ഭഗവതിയും വന്ന് അവിടെ നിന്ന് പട്ടിണി ശംഖ് ഊതുക എന്ന് പറയുന്ന ഒരു പ്രത്യേക താന്ത്രികമായ ഒരു ചടങ്ങ് അവിടെ നടക്കുന്നു. അതിനുശേഷം ഓരോരുത്തരും ചാത്തക്കുടം പൂരത്തിലേക്കും ചാത്തക്കുടവും എടക്കുന്നിയും അതാത് പൂരത്തിലേക്കും ശാസ്താവ് നിലപാട് നിൽക്കുകയും ചെയ്യുന്നു.
ചാത്തക്കുളം ശാസ്താവിൻ്റെ പൂരം കഴിഞ്ഞതിന് ശേഷം ചാത്തക്കുളം ശാസ്താവ് ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ ശാസ്താവിൻ്റെ സ്ഥാനത്ത് എല്ലാ അധികാര അവകാശ അധ്യക്ഷ സ്ഥാനങ്ങളും വഹിച്ചുകൊണ്ട് ചാത്തക്കുളം ശാസ്താവ് നിലപാട് നിൽക്കുന്നു. ആ സമയത്ത് പൂരത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത്, അധ്യക്ഷ സ്ഥാനത്ത്, നെടുനായകത്വം വഹിക്കുന്ന സ്ഥാനത്ത് ചാത്തക്കുളം ശാസ്താവാണ് നിൽക്കുക. ആറാട്ടും ശാസ്താവ് സ്വന്തം ക്ഷേത്രത്തിലേക്ക് മടങ്ങി വിശ്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രീരാമസ്വാമി സാക്ഷാൽ തൃപ്രയാർ ദേവർ കൈതവളപ്പിൽ എത്തുന്നതോടുകൂടി ചാത്തക്കുളം ശാസ്താവ് തൻ്റെ അധ്യക്ഷസ്ഥാനം, അധികാരസ്ഥാനം, നെടുനായകത്വം ദേവരെ ഏൽപ്പിച്ചുകൊണ്ട് ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് മടങ്ങി വിശ്രമിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അധ്യക്ഷ പദവിയിൽ സ്ഥാനം, നെടുനായകത്വം ദേവർക്കാണ്. അങ്ങനെ ദേവരുടെ പൂരം കൈതവളപ്പിൽ പഞ്ചവാദ്യത്തോടുകൂടി 11 ആനകളോടുകൂടി വന്ന് കൈതവളപ്പിൽ വന്ന് പൂരം അവസാനിക്കുന്നു. ശേഷം വെടിക്കെട്ടും 1000-ൽ പരം കഥനകൾ നിരത്തിക്കൊണ്ടുള്ള കഥനവെടിയും നിയമവെടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പാണ്ടിമേളം ആരംഭിച്ച് പാണ്ടിമേളം ഒന്നിൽ ചില്ലാനം മണിക്കൂർ കൊട്ടി ദേവര് പന്തലിൽ വിശ്രമിക്കുന്നു. പിന്നാലെ ദേവരുടെ വലതുഭാഗത്ത് ചേർപ്പും ഇടതുഭാഗത്ത് ഊരകത്തമ്മ തിരുവടിയും വന്ന് ഏറ്റവും അധികം ആനകളെ അണിനിരത്തിക്കൊണ്ടുള്ള പാണ്ടിമേളം നടത്തുന്നു. ആ സമയത്ത് ഊരകത്തമ്മ തിരുവടിയുടെ വലതുഭാഗത്തായി ചാത്തക്കുളം ശാസ്താവ് വന്നു നിൽക്കുന്നു, കാവലായി വന്നു നിൽക്കുന്നു. അങ്ങനെ ചാത്തക്കുളം ശാസ്താവ് ഊരകത്തമ്മ തിരുവടിയെ സംരക്ഷകനായി നിൽക്കുന്ന ഒരു ചടങ്ങുകൂടി, ഒരു സാഹോദര്യ രൂപമോ മറ്റോ സംരക്ഷക രൂപമോ എന്നെല്ലാം പറയാവുന്ന വിധത്തിൽ ചാത്തക്കുളം ശാസ്താവ് ഊരകത്തിനോട് നിൽക്കുകയും ചെയ്യുന്നു. പൂരം അവസാനിച്ചതിന് ശേഷം ആറാട്ടുപുഴ പൂരം പ്രഭാതത്തിൽ 7 മണിക്ക് ശേഷം 7:30 അവസാനിച്ചതിന് ശേഷം ചേർപ്പ് ഭഗവതി ആദ്യമായി ആറാട്ടുകടവിലേക്ക് താളമേള വാദ്യകോലാഹലങ്ങളോടുകൂടി ചടങ്ങുകളോടി പോകുന്നു. തുടർന്ന് ഊരകത്തമ്മ ഭഗവതിയും ചാത്തക്കുളം ശാസ്താവും പൂരം അവസാനിപ്പിച്ച് താളമേളങ്ങളോടും ചടങ്ങുകളോടും കൂടി പോയി മൺതാരക്കടവിലേക്ക് പോകുന്നു. തുടർന്ന് സാക്ഷാൽ ശ്രീ തൃപ്രയാർ ദേവർ ശ്രീരാമസ്വാമിയും അതിനെ പിന്തുടർന്ന് എല്ലാ താളമേള വാദ്യ ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ച് പോവുകയും മൺതാരക്കടവിൽ തൻ്റെ സ്വന്തം മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. ദേവര് മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചാൽ ചാത്തക്കുളം ഊരകത്തിനെ മൺതാരക്കടവിൽ കൊണ്ട് ചെന്നാക്കി കഴിഞ്ഞതിന് ശേഷം ദേവരുടെ മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പിന് ശേഷം ചാത്തക്കുളം ശാസ്താവ് തിരിച്ചു വന്ന് ആറാട്ടുപുഴയിൽ വന്ന് ക്ഷേത്രം പ്രദക്ഷിണം കഴിച്ച് ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം പറഞ്ഞ് ചാത്തക്കുളത്തേക്ക് തിരിച്ചു പോകുന്നു. അതിനുശേഷം ചാത്തക്കുളത്തിൻ്റെ വിശ്രമത്തിൻ്റെ സമയം വീണ്ടും നീളുകയാണ്. അന്ന് രാത്രി ചാത്തക്കുളം ശാസ്താവ്
ക്ഷേത്രത്തിൽ നിന്ന് ഒരു ആനയും ക്ഷേത്ര സംബന്ധികളുമായ മറ്റ് കുത്തുവിളക്കുകാരും മേളക്കാരും എല്ലാം ആയി രാത്രി ഉദ്ദേശം 10 മണിക്ക് ശേഷം ചാത്തക്കുടം ശാസ്താവ് തിരുവള്ളക്കാവിലേക്ക് രാത്രി നിശബ്ദമായി ചങ്ങല പോലും കേൾക്കാത്ത രൂപത്തിൽ നിശബ്ദമായി തിരുവള്ളക്കാവിലേക്ക് വരികയും തിരുവള്ളക്കാവിലെ ക്ഷേത്രത്തിൽ വന്ന് അവിടുത്തെ ദേവൻ്റെ തിടമ്പ് ദേവനെ ചാത്തക്കുടത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള സങ്കല്പത്തിൽ തിടമ്പ് എഴുന്നള്ളിച്ച് ചാത്തക്കുടത്തേക്ക് കൊണ്ടുപോകുന്നു. ചാത്തക്കുടത്ത് വന്നാൽ അവിടെ അവണാമലയിൽ അവണാമലയിൽ പറയുണ്ട്. തിരുവള്ളക്കാവ് പറ എടുത്തതിന് ശേഷം ചാത്തക്കുടം ക്ഷേത്രത്തിലേക്ക് വന്ന് ഒരു പീഠത്തിൽ ചാത്തക്കുടം ശാസ്താവിനെയും അതുപോലെ തന്നെ തിരുവള്ളക്കാവ് കൊണ്ടുവന്ന തിരുവള്ളക്കാവ് ദേവനെയും ശാസ്താവിനെയും ഒരു പീഠത്തിലിരുത്തി പൂജാദികൾ നടത്തുന്നു. അതിന് തുടർന്ന് വീണ്ടും ശ്രീഭൂതബലിക്ക് വേണ്ടി ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും ഒരു ആനപ്പുറത്ത് 2 തിടമ്പുമായി പോകുന്നു. ചാത്തക്കുടം, പിടിക്കപ്പറമ്പ്, അതുപോലെ തന്നെ പിഷാരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തൂവിക്കൊണ്ട് ആറാട്ടുപുഴയിൽ എത്തിച്ചേരുകയും ആറാട്ടുപുഴയിലും തൂകിക്കഴിഞ്ഞതിന് ശേഷം നിവേദ്യം തൂകിക്കഴിഞ്ഞതിന് ശേഷം പുഴയ്ക്കക്കരയ്ക്ക് ഉദ്ദേശിച്ച് ബലി തൂകിക്കൊണ്ട് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കും ബലി തൂവുകയും ബലിച്ചോറ് തൂവുകയും ചെയ്ത് കൈതവളപ്പ് തുടങ്ങിയ സ്ഥലത്ത് ഊരകത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വന്ന് ബലി തൂവി ചേർപ്പ് പെരുമനത്ത് വന്ന് ബലി തൂകി തൊടുകുളത്തിൽ ചെന്ന് രണ്ടുപേരും കൂടി വിശ്രമിക്കുന്നു. അവിടെ അന്ന് രാത്രി അവിടെയാണ് വിശ്രമം. ബലി തൂവലെല്ലാം കഴിഞ്ഞ് അവിടെ വിശ്രമിച്ചതിന് ശേഷം ഉദ്ദേശം പിറ്റേ ദിവസം അത്തം ദിവസം 10-11 മണിക്ക് ശേഷം അവിടെ ചാത്തക്കുടം ശാസ്താവും തിരുവള്ളക്കാവ് ശാസ്താവും ഇതിന് മുന്നേ ഉണ്ടായ മാതിരി തന്നെ ഒരാനപ്പുറത്ത് 2 തിടമ്പുമായി വന്ന് ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുകയും പെരുമനം ക്ഷേത്രത്തിൽ കയറി കിഴക്കേ നടയിൽ വന്ന് മേളം ഇടുകയും അവിടെ മേളത്തോടുകൂടി ക്ഷേത്രം പ്രദക്ഷിണം വയ്ക്കുകയും പ്രദക്ഷിണം വഴിയിലൂടെ വന്ന് വടക്കു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഷാരിക്കൽ ഭഗവതിയും അവിടെ വന്നു ചേരും. അതിനു മുന്നേ തന്നെ ഊരകത്തമ്മ ഭഗവതി അവിടെ വന്നു ചേരും. അങ്ങനെ ഊരകവും ഷാരിക്കലും 2 ശാസ്താക്കന്മാരും വന്ന് പെരുവന ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ തരത്തിലുള്ള ഒരു താന്ത്രിക ചടങ്ങുകളോട് കൂടിയതായിട്ടുള്ള ഒരു മേളം നടത്തി
കൊട്ടി അവസാനിപ്പിക്കുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് ശാസ്താക്കന്മാർ ഉരകത്തമ്മ തിരുവടിക്കും അതുപോലെ തന്നെ പിഷാരിക്കൽ ഭഗവതിക്കും ഉപചാരം കൊടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ വടക്കേ നട, അപൂർവമായി തുറന്നു വയ്ക്കാറുള്ള പെരുവന ക്ഷേത്രത്തിൻ്റെ വടക്കേ നട കടന്ന് തിരുവള്ളക്കാവിലേക്ക് എത്തുന്നു. ആ സമയത്ത് അവിടെ പിഷാരിക്കൽ ഭഗവതി ഉണ്ടായിരിക്കും. പിഷാരിക്കൽ ഭഗവതി ഈ ശാസ്താക്കന്മാർ വന്നു ചേരുന്നതോടെ പിഷാരിക്കൽ ഭഗവതി അവിടെ കൊടിക്കുത്ത് നടത്തുന്ന ആചാരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ അവിടെ കൊടിമരത്തിൽ സ്പർശിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും തൻ്റെതായ പിഷാരിക്കൽ ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അതിനെ തുടർന്ന് കൊടിമരം പറിക്കുക എന്നുള്ള ചടങ്ങ് നിർവഹിക്കുന്ന രൂപത്തിൽ ചാത്തക്കുടം ശാസ്താവ് കൊടിമരത്തെ സ്പർശിച്ച് അവിടെ ചാത്തക്കുടം ശാസ്താവ് തിരുവള്ളക്കാവിനോട് ഉപചാരം പറഞ്ഞുകൊണ്ട് സ്വന്തം ക്ഷേത്രമായ ചാത്തക്കുടത്തേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ ചെന്ന് ചാത്തക്കുടത്തിന് നല്ല ഒരു വരവോടുകൂടി ചാത്തക്കുടത്തെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് കൊടിമരം ഇളക്കി ഇടുകയും അങ്ങനെ ദേവനെ അകത്തേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്യുന്നതോടുകൂടി ചാത്തക്കുടം ശാസ്താവിൻ്റെ ആറാട്ടുപുഴ പൂരവുമായുള്ള ബന്ധങ്ങളിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള ചടങ്ങുകൾക്ക് സമാപ്തി കുറിക്കുന്നു.